Network News is brought to you in association with Coloricals Gold Park, Manufacturers and Wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. ഏരിയം തെന്നത്ത് വീട്ടിൽ സൂക്ഷിച്ച 2 കിലോഗ്രാമിലധികം കഞ്ചാവ് പോലീസ് പിടികൂടി. കഞ്ചാവ് സൂക്ഷിച്ച യുവാവ് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. പയ്യന്നൂർ സെൻട്രൽ ബസാർ വികസനവുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗം നഗരസഭാ ഹാളിൽ നടന്നു. ഭരണാനുമതി ലഭിച്ച 20 പദ്ധതികളിൽ 7 അടിയന്തര പ്രാധാന്യത്തോടെ കിഫ്ബി ധനാനുമതി നൽകിയത് പ്രകാരമാണ് പയ്യന്നൂർ സെൻട്രൽ ബസാർ വികസനം നടപ്പാക്കുന്നത്. കണ്ടോന്താർ തൃക്കുറ്റേരി ഭാഗത്ത് പാറപ്രദേശം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രദേശം. ഗ്രാമീണ കളിയിടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അന്നൂർ കാറമേലിൽ വലിയൊരു കളിയിടം ഒരുങ്ങുന്നു. റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകരാണ് നാടിനായി കളിക്കളം ഒരുക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധ നേടുകയാണ് പ്രചാരണത്തിനായി പുറത്തിറക്കിയ പ്രമോഷൻ വീഡിയോ. വിശദമായ വാർത്തകളിലേക്ക്. ഏരിയം തെന്നത്ത് വീട്ടിൽ സൂക്ഷിച്ച 2.34 കിലോഗ്രാം കഞ്ചാവ് പോലീസ് പിടികൂടി. കഞ്ചാവ് സൂക്ഷിച്ച യുവാവ് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. പ്രതിയെ പിടികൂടുവാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഏരിയം തെന്നത്ത് വീട്ടിൽ അലമാരയിലും കട്ടിലിന്റെ അടിയിലുമായി സൂക്ഷിച്ച 2 കിലോയിലധികം കഞ്ചാവ് പോലീസ് പിടികൂടിയത്. കഞ്ചാവ് സൂക്ഷിച്ച കെ ഷമ്മാസ് പോലീസിനെ കണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. പ്രതിയെ പിടികൂടാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുൻപും ഷമ്മാസ് കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു. പരിയാരം SHO MP വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI സി സനീത്, പ്രൊബേഷണൽ SI കൃഷ്ണപ്രിയ ഉണ്ണി, ASI ചന്ദ്രൻ, CPO രജീഷ് പൂഴിയിൽ, ഡ്രൈവർ മഹേഷ്, ഡാൻസാഫ് അംഗങ്ങളായ SI ബാബു, ഗിരീഷ്, ഷിജുമോൻ, ബിനീഷ്, നിശാന്ത് എന്നിവർ അടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ സെൻട്രൽ ബസാർ വികസനവുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗം നഗരസഭാ ഹാളിൽ നടന്നു. ടി മധുസൂദനൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, കിഫ്ബി PWDയുടെയും ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ, വ്യാപാരികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. തിരക്കേറിയ 20 ചെറുകിട നഗരങ്ങളിലെ ജംഗ്ഷനുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഭരണാനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇതിലുൾപ്പെട്ട പയ്യന്നൂർ സെൻട്രൽ ബസാർ വികസനവുമായി ബന്ധപ്പെട്ട യോഗമാണ് നഗരസഭാ ഹാളിൽ നടന്നത്. ആകെ ഭരണാനുമതി ലഭിച്ച 20 പദ്ധതികളിൽ 7 അടിയന്തര പ്രാധാന്യത്തോടെ കിഫ്ബി ധനാനുമതി നൽകിയിട്ടുണ്ട്. 7 പയ്യന്നൂർ സെൻട്രൽ ബസാറും ഉൾപ്പെടുന്നു. MLA ടി മധുസൂദനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ, കിഫ്ബി PWD ഉദ്യോഗസ്ഥർ, വ്യാപാരി പ്രതിനിധികൾ, ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. പദ്ധതി രേഖയും പ്ലാനും ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് എതിര് നിൽക്കില്ലെന്നും നഗരവികസനത്തിനോടൊപ്പമാണെന്നും വ്യാപാരി പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി. പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തും കൃത്യമായ നഷ്ടപരിഹാര തുക ഉറപ്പു നൽകിയുമാണ് പദ്ധതി നടപ്പിലാക്കുക എന്ന് MLA യോഗത്തിൽ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആയിരങ്ങൾക്ക് ദർശന പുണ്യം നൽകി വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തി. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമിട്ട് പരദേവത അരങ്ങിലെത്തിയത്.
ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ 11 നാൾ നീളുന്ന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. നാട്ടുപരദേവതയായ വിഷ്ണുമൂർത്തിയും രക്തചാമുണ്ടേശ്വരിയുമാണ് തിങ്കളാഴ്ച ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തിയത്. രാവിലെ 9 മണി കഴിഞ്ഞ് രക്തചാമുണ്ടിയാണ് ആദ്യം ക്ഷേത്ര തിരുനടയിലെത്തിയത്. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാണ് വിഷ്ണുമൂർത്തി അരങ്ങിൽ നടനമാടിയത്. തുടർന്ന് ചീമേനിക്കാവിലും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തി. വയൽക്കടന്ന് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലേക്ക് എത്തും മുൻപ് തന്നെ ആയിരങ്ങൾ നടപ്പന്തലിലും ക്ഷേത്രത്തിനകത്തും കാത്തുനിന്നു. തുടർന്ന് വലം വെച്ച ശേഷമാണ് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകിയത്. ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിനെത്തി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതിനായി വടക്കേ മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തെക്കൻ കർണാടകയിൽ നിന്നുമായി 2.5 ലക്ഷത്തിൽ പരം ഭക്തർ ദർശനത്തിനെത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം. കളിയാട്ട ദിനങ്ങളിൽ ഉച്ചയ്ക്കും രാത്രിയിലുമായി 2 നേരം അന്നദാനം നൽകി വരുന്നുണ്ട്. മെയ് 14 വരെ എല്ലാ ദിവസവും രാത്രി മറ്റു തെയ്യങ്ങൾ അരങ്ങിലെത്തും. മെയ് 15 സമാപന ദിവസം രാവിലെ 9 രക്തചാമുണ്ടിയും ഉച്ചയ്ക്ക് 1 മണിക്ക് വിഷ്ണുമൂർത്തിയും ഭക്തർക്ക് അനുഗ്രഹമേക്കാനായി അരങ്ങിലെത്തും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും മുത്തത്തി UPHCയുടെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ആരോഗ്യ ജാഗ്രത ഒരു ദിനം ഒരു വാർഡ് ക്യാമ്പയിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും മുത്തത്തി UPHCയുടെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ആരോഗ്യ ജാഗ്രത ഒരു ദിനം ഒരു വാർഡ് ക്യാമ്പയിന് തുടക്കമായി. വാർഡ് 13 മുത്തത്തി കേന്ദ്രീകരിച്ച് നടന്ന ക്യാമ്പയിൻ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KM ചന്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മുത്തത്തിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നന്ദു മുരളി, ഹെൽത്ത് ഇൻസ്പെക്ടർ E നന്ദകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ AV സന്തോഷ് കുമാർ, R സന്തോഷ് കുമാർ, CP മുരളീധരൻ, വിനോദ് നടുമുറ്റം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോന്തർ തൃക്കൂട്ടേരി ഭാഗത്ത് പാറപ്രദേശം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രദേശം. കടന്തപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കണ്ടോന്താർ തൃക്കുറ്റിയേരി ഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുന്ന പാറപ്രദേശമാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത്. മദ്യപിച്ച ശേഷം കുപ്പികൾ വലിച്ചെറിയുന്നതും പതിവായിരിക്കുകയാണ്. ഈ പ്രദേശം ഇപ്പോൾ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചാക്കിലും വലിയ പ്ലാസ്റ്റിക് കവറുകളിലുമായാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഗ്രാമീണ കളിയിടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അന്നൂർ കാറമേലിൽ വലിയൊരു കളിയിടം ഒരുങ്ങുകയാണ്. റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകരാണ് നാടിനായി കളിക്കളം ഒരുക്കുന്നത്. ഇതിന്റെ പ്രചരണത്തിനായി പുറത്തിറക്കിയ പ്രമോഷൻ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചുരുങ്ങിയ സംഭാഷണങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ദൃശ്യങ്ങൾ കൊണ്ട് കഥ പറഞ്ഞാണ് പ്രമോഷൻ വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ വരെ കുട്ടിക്കൂട്ടങ്ങൾ കളിച്ചും ചിരിച്ചും അവരുടെ സന്തോഷങ്ങൾ പങ്കുവച്ച കളിയിടം അപ്രതീക്ഷിതമായി ഇല്ലാതാകുമ്പോൾ കുരുന്നു മനസ്സുകളിലുണ്ടാകുന്ന നിരാശയും വേദനയും ഇതിലൂടെ കാണാം. ഗ്രാമീണ സൗന്ദര്യവും ഒപ്പം ദൃശ്യക്കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടാൻ ഫ്രെയിമുകളിലേക്ക് വന്നുപോകുന്ന കർഷകനും. സഹജീവി സ്നേഹം പ്രകടമാക്കുന്ന ദൃശ്യങ്ങളും പ്രമോഷനിൽ എടുത്തു കാട്ടിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഇതുപോലുള്ള ഒഴിഞ്ഞ പറമ്പുകൾ കളിസ്ഥലങ്ങളാക്കി മാറ്റുമ്പോൾ കുട്ടികൾക്കറിയില്ല ഇത് എന്തെങ്കിലും വെട്ടിമുറിച്ച് തങ്ങൾക്ക് നഷ്ടമാകുമെന്ന കാര്യം. പക്ഷേ ഇവിടെ പുതിയ പ്രതീക്ഷയിലേക്കാണ് കുട്ടികൾ ചവിട്ടിക്കയറുന്നത്. നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ വലുത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഇനി ചെറിയ കളിയല്ല, നഷ്ടപ്പെട്ട കളിയിടങ്ങൾ തിരിച്ചു പിടിക്കാം, കാത്തിരിക്കൂ എന്ന ക്ലോസിംഗ് ടൈറ്റിലാണ് പ്രൊമോഷൻ വീഡിയോയുടെ 1ാം ഭാഗം സോഷ്യൽ മീഡിയകളിലേക്ക് എത്തിയത്. ഇതിന്റെ 2ാം ഭാഗം വൈകാതെ പുറത്തിറങ്ങും. മാധ്യമപ്രവർത്തകനും ഡിജിറ്റൽ മീഡിയ കണ്ടന്ററുമായ രതീഷ് കൈതപ്രമാണ് പ്രൊമോഷൻ വീഡിയോയുടെ ആശയവും സംവിധാനവും നടത്തിയത്. ക്യാമറ ഷിജിൽ കണ്ടോത്ത്, എഡിറ്റിംഗ് റിനീഷ്. ലക്ഷങ്ങൾ മുടക്കി പൂർത്തിയാക്കിയ പുതിയ ഗ്രൗണ്ട് വൈകാതെ നാടിന് സമർപ്പിക്കാനൊരുങ്ങുകയാണ് റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകർ. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.
പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി CH ഗോവിന്ദൻ നമ്പ്യാരുടെ 40ാം ചരമവാർഷിക ദിനം ആചരിച്ചു. KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അദ്ദേഹം പല പുസ്തകങ്ങൾ വായിച്ച് ഒരാളുടെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ ഐഡന്റിറ്റി എങ്ങനെയാണ് കൈവശപ്പെടുത്തുക എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ പോലെയുള്ള ധാരാളം ആളുകളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത്. ഗോവിന്ദൻ നമ്പ്യാരെ കുറിച്ച് തന്നെയുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞത് ആ രീതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി CH ഗോവിന്ദൻ നമ്പ്യാരുടെ 40ാം ചരമവാർഷിക ദിനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KK ഫൽഗുനൻ, A രൂപേഷ്, KP മോഹനൻ, VM പീതാംബരൻ, ME ദാമോദരൻ നമ്പൂതിരി, പിലാക്കല അശോകൻ, പ്രശാന്ത് കോറോം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. 3 ദിനങ്ങളിലായി നടന്നുവന്ന വെള്ളോറ ഗ്രാമോത്സവത്തിന് സമാപനമായി. M വിജിൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉറവ് കലാ സാംസ്കാരിക വേദി, യുവധാര വെള്ളോറ, കൈരളി വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വെള്ളോറ ഗ്രാമോത്സവം സമാപിച്ചു. M വിജിൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വളരെ വിശദമായ നിരവധിയായ പ്രസംഗങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. വെള്ളോറ ഗ്രാമോത്സവം 3 ദിവസമായി ഈ വെള്ളോറയിലെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിവിപുലമായ പ്രവർത്തനമായി ഇവിടെ സംഘടിപ്പിക്കുന്നത്. 3 ദിവസവും കുട്ടികളുടെ കലാപരിപാടികൾ, മുതിർന്നവരുടെ കലാപരിപാടികൾ, സ്റ്റേജ് പ്രോഗ്രാമുകൾ, അങ്ങനെ വ്യത്യസ്തമാർന്ന മേഖലകളിലൂടെ സ്പീക്കർ ഉൾപ്പെടെ പയ്യന്നൂരിൻ്റെ പ്രിയങ്കരനായ MLA ഉൾപ്പെടെ നിരവധി പ്രഗത്ഭ വ്യക്തികൾ ഈ വേദിയിൽ, ഈ ഗ്രാമോത്സവത്തിന്റെ വേദിയിൽ വന്നു പോയിട്ടുണ്ട്. അതിന്റെ സമാപനത്തിലേക്ക് എത്തുകയാണ്. KC രാജൻ അധ്യക്ഷത വഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, P വീണ, P സജികുമാർ, KV ഗൗരി, KV ഗോവിന്ദൻ, V ദാമോദരൻ, P രമേശൻ, R അരുൺലാൽ, PV സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഫുട്ബോളിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിൽ വനിതാ ഫുട്ബോളിന്റെ കരുത്തായി മാറുകയാണ് ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമി. കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന അക്കാദമിയിൽ 60-ൽ പരം പെൺകുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകി വരികയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ, സംസ്ഥാന, ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ചുരുങ്ങിയ കാലയളവിൽ ഡ്രീംസ് അക്കാദമിയുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ദേശീയ സീനിയർ സ്കൂൾ ഫുട്ബോൾ ടീമിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ശിവനന്ദ തമ്പാൻ ഇക്കഴിഞ്ഞ സ്കൂൾ ഫുട്ബോൾ മത്സരത്തിൽ റണ്ണറപ്പായ കേരള ടീമിന്റെ ഗോൾ വലയം കാത്ത ഇഷിത, സ്ട്രൈക്കർ അനന്യ തുടങ്ങിയവർ ഡ്രീംസിന്റെ അഭിമാന താരങ്ങളാണ്. അക്കാദമിയുടെ 3ാം വാർഷികാഘോഷവും വനിതാ ഫുട്ബോൾ ടൂർണമെന്റും മെയ് 8 മുതൽ 11 വരെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. മെയ് 7 വൈകുന്നേരം 5 മണിക്ക് വാർഷികാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടക്കും. തൃക്കരിപ്പൂർ തങ്കയമുക്കിൽ ചന്തേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ചന്തേര ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെയും ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസിന്റെയും സഹകരണത്തോടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഗോൾ ചലഞ്ചും നടക്കും. 2 വിഭാഗങ്ങളിലായാണ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്. 13 വയസ്സിൽ താഴെയുള്ളതും സീനിയർ വിഭാഗത്തിൽ കർണാടക, കേരള സംസ്ഥാനങ്ങളിൽ നിന്നായി 8 ടീമുകൾ മാറ്റുരക്കും. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതലും വൈകുന്നേരം 4 മണി മുതലും പെൺകുട്ടികളുടെ മത്സരങ്ങൾ നടക്കും. മെയ് 11 വൈകുന്നേരം 2 വിഭാഗങ്ങളിലെയും ഫൈനൽ മത്സരങ്ങളും നടക്കും. അതിനുശേഷം ഡ്രീംസ് കുടുംബാംഗങ്ങളുടെ സംഗമം വെള്ളാപ്പ് അരീന ടർഫിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ M മനേഷ് കുമാർ, ജനറൽ കൺവീനർ VM മുകേഷ്, ഡ്രീംസ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ V രാജീവൻ, സെക്രട്ടറി രാജേഷ് മാപ്പിളിച്ചേരി, E അജേഷ്, ടീം പരിശീലകൻ VV ഗണേശൻ, നിഖില രാജേഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല കൈകൊട്ടിക്കളി മത്സരം 1ാം സ്ഥാനം ജോളി ആർട്സ് അഡോഡ് കാഞ്ഞങ്ങാടന്. മത്സരത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ശില്പി KKR വെങ്ങര നിർവഹിച്ചു. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സരത്തിൽ 17 ടീമുകൾ മത്സരിച്ചു. ജോളി ആർട്സ് അഡോട്ട് കാഞ്ഞങ്ങാട് 1ാം സ്ഥാനവും, ശ്രീ പാർവതി തൃക്കരിപ്പൂർ 2ാം സ്ഥാനവും, യങ് ഇന്ത്യൻസ് വലിയപറമ്പ് 3ാം സ്ഥാനവും, രുദ്രൗതുമ 4ാം സ്ഥാനവും നേടി. മത്സരോദ്ഘാടനം KKR വെങ്ങര നിർവഹിച്ചു. ചടങ്ങിൽ 41 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹെൽപ്പർ വഞ്ചാതാവത്തിന്
ഉപഹാരം നൽകി ആദരിച്ചു. ശുചിത്വ രംഗത്ത് മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച ഹരിതസേനാംഗങ്ങളെയും ആദരിച്ചു. വിജയികൾക്കുള്ള ഉപഹാര വിതരണം PV സജീവൻ, K പത്മിനി, T അനിത എന്നിവർ ചേർന്ന് നിർവഹിച്ചു. രാജേഷ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ MD മനോജ് താവം, രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, സന്തോഷ് PP, നികേഷ് താവം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഒരു കോഴിക്ക് കാലുകൾ 4 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചു എന്ന് വരില്ല. എന്നിട്ടൊരു ചോദ്യവും വെറുതെ പറയുന്നതല്ലേ എന്ന്. എന്നാൽ അങ്ങനെ പറയാൻ വരട്ടെ, തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റിനടുത്തുള്ള TK ചിക്കൻ സെന്ററിലെത്തിയ ചിക്കൻ ലോഡിൽ 4 കാലുകളുള്ള ഒരു കോഴി കൂടി ഉണ്ടായിരുന്നു. ഒരു കോഴി മാറ്റി 4 ലെഗ് പീസ് കിട്ടും. ഇത് മാറ്റാൽ തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് വന്ന 120 കോഴികളിലൊന്നാണ് ആളുകളെ വിസ്മയിപ്പിച്ചത്. കോഴിയെ മുറിച്ച് വിൽപ്പന നടത്താൻ പിടിച്ചപ്പോഴാണ് കാലുകളുടെ എണ്ണം കടയുടമ PK ഇസ്മായിലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 കാലിന് പകരം ഇരട്ടി എണ്ണം കാലുകൾ ബ്രോയിലർ വിഭാഗത്തിലുള്ള പിടക്കോഴിക്കാണ് കണ്ടത്. വൈകുന്നേരം വരെ നാട്ടുകാർ അത്ഭുത കോഴിയെ കാണാൻ കടയിൽ തിക്കിത്തിരക്കിയെത്തി. തളിപ്പറമ്പിലെ ഫാമിൽ നിന്നാണ് കോഴികളെ കൊണ്ടുവന്നത്. അപൂർവതയുള്ള ഈ കോഴിയെ വാങ്ങുന്നവർക്ക് ഇറച്ചി ഉപയോഗിക്കുമ്പോൾ 4 ലെഗ് പീസുകൾ കിട്ടുമെന്ന കമന്റാണ് കോഴിയെ കാണാനെത്തിയ നാട്ടുകാർ പറഞ്ഞത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ബാബുരാജ് അനുസ്മൃതി സംഘടിപ്പിച്ചു. J മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ബാബുരാജ് അനുസ്മൃതി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാബുരാജിനെ കുറിച്ചിട്ട് പറഞ്ഞു. ബാബുരാജ് ഇവിടുന്ന് കളിച്ച് ഇവിടെയുള്ള എല്ലാ കളികളിലും പങ്കെടുത്തിട്ടാണ് കേരള പോലീസിന്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പ്രതിരോധ താരമാകുന്നത്. ബാബു ഈ പറഞ്ഞതുപോലെ സന്തോഷ് ട്രോഫിയിലും ഫെഡറേഷൻ കപ്പ് നേടുമ്പോൾ ആ ടീമിലെ അംഗമായിട്ടൊക്കെ കളിച്ചിട്ടുള്ളയാളാണ്. വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊക്കെ ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ബാബു. വളരെ സാധാരണമായിട്ടുള്ളൊരു കുടുംബമാണ്. വലിയ സാധ്യതകളോ വലിയ നിലയിൽ പ്രോത്സാഹനത്തിനുള്ള വഴികളോ ഒന്നും ഇല്ലാതിരുന്നൊരു ഘട്ടത്തിലാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി അനുസ്മരണ പ്രഭാഷണം നടത്തി. അക്കാദമി ചെയർമാൻ T വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. മുൻ കേരള പോലീസ് താരങ്ങളായ ശ്യാം സുന്ദർ, K സുധീർ, സതീശൻ, മുൻ കേരള പോലീസ് കോച്ച് P കുഞ്ഞികൃഷ്ണൻ, അക്കാദമി സെക്രട്ടറി K ഷൈജു, K രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്റർ തലം ഓക്സിലറി അയൽക്കൂട്ടം അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2025 മെയ് 6-7 തീയതികളിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീയുടെ 27ാം വാർഷികത്തിന്റെ ഭാഗമായി അരങ്ങ് 2025 പയ്യന്നൂർ ക്ലസ്റ്റർ തല മത്സരം മെയ് 6-7 തീയതികളിലായി ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. കുടുംബശ്രീ ഓക്സിലറി വിഭാഗങ്ങളിൽ 15 CDSകളിൽ നിന്ന് 49 ഇനങ്ങളിലായി 1000-ൽ പരം മത്സരാർത്ഥികളാണ് കലോത്സവത്തിന്റെ ഭാഗമാകുക. മെയ് 6-ന് പയ്യന്നൂർ ക്ലസ്റ്റർ തല മത്സരം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരന്റെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA M വിജൻ ഉദ്ഘാടനം ചെയ്യും. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഹരീഷ് മോഹനനെ ഉദ്ഘാടന പരിപാടിയിൽ വച്ച് ആദരിക്കും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ എന്നിവർ മുഖ്യാതിഥികളാകും. 2 ദിവസങ്ങളിലായി നവരസ, അമൃതവർഷിണി, മേഘമൽഹാർ എന്നിങ്ങനെ 3 സ്റ്റേജുകളിലായാണ് മത്സരം നടക്കുക. 2ാം ദിനം മെയ് 7-ന് വൈകുന്നേരം 6 മണിക്ക് സമാപന സമ്മേളനം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV വത്സല, CM കൃഷ്ണൻ, കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ എന്നിവർ മുഖ്യാതിഥികളാകും. PP രോഹിണി,
ടി വി ഉണ്ണികൃഷ്ണൻ, ഇ വസന്ത, സൈജു പത്മനാഭൻ, ആർ ആര്യശ്രീ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഹോംഗാർഡ് പി പുരുഷോത്തമന് യാത്രയയപ്പ് നൽകി. സ്റ്റേഷനിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഹോംഗാർഡ് പി പുരുഷോത്തമന് സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിലയത്തിൽ വെച്ച് യാത്രയയപ്പ് നൽകി. 25 വർഷത്തെ ആർമി സേവനത്തിനു ശേഷം 2022 കേരള അഗ്നിശമന സേനയിൽ ഹോംഗാർഡായി തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയത്തിൽ ജോലിയിൽ പ്രവേശിക്കുകയും തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി പയ്യന്നൂരിൽ ജോലി ചെയ്തു വരുന്ന പുരുഷോത്തമൻ ചീമേനി കുഞ്ഞിപ്പാറ സ്വദേശിയാണ്. പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ ടി വിശ്വനാഥൻ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുറെ കൂടി സജീവമായിട്ട് റിട്ടയർമെന്റിന് ശേഷം നാടിന്റെ പൊതുവായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഏതിനു വേണ്ടി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് കഴിയും. ആ നിലയിൽ തുടർന്നുള്ള ശിഷ്ട ജീവിതം കുറെ കൂടി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിലേക്കുള്ള നല്ല നിലയിൽ ഇടപെടൽ പുരുഷോത്തമന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ ഇവിടെ കടക്കുന്നില്ല. എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പുരുഷോത്തമന്റെ കുടുംബാംഗങ്ങൾക്ക് അതുപോലെ തന്നെ പുരുഷോത്തമനും എല്ലാവർക്കും. കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസർ ബിജുമോൻ SK ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റേഷൻ ഓഫീസർ PV പ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി P സത്യൻ, P വിജയൻ, N മുരളി, PV സുമേഷ്, ലിജു PP, OC കേശവൻ നമ്പൂതിരി, സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ TV സൂരജ്, KM ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വൈക്കര ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ടി മധുസൂദനൻ MLA നിർവഹിക്കും. വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മെയ് 8 മുതൽ 22 വരെ വിദ്യാലയ മൈതാനത്ത് വച്ച് വൈക്കര ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ചരിത്രത്തിലാദ്യമായി പ്രദേശത്ത് നടക്കുന്ന ഫെസ്റ്റിന്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. 15 ദിവസം നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മെയ് 8 വൈകിട്ട് 6 മണിക്ക് പയ്യന്നൂർ MLA ടി മധുസൂദനൻ നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. അത്യാകർഷകവും വ്യത്യസ്തവുമായ റൈഡുകൾ ഉൾപ്പെടുന്ന പാർക്ക്, വൈവിധ്യമാർന്ന സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, ഫ്ലവർ ഷോ, ആമസോൺ പെറ്റ് ഷോ എന്നിവയ്ക്കു പുറമെ ഫെസ്റ്റ് നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും വിവിധ കലാപരിപാടികളും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PN മനോജ് കുമാർ, MD അനിൽകുമാർ, P മധുസൂദനൻ, KKV സുധീർ ബാബു, TV പ്രീത, K രാജൻ, AK റെജീന, സംഗേഷ് കുമാർ, PM രാജീവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘത്തിൽ നിന്ന് വിരമിക്കുന്ന K ഗോപാലകൃഷ്ണന് യാത്രയയപ്പ് നൽകി. കൊഴുമൽ വായനശാല ഹാളിൽ നടന്ന പരിപാടി ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്ന് വിരമിക്കുന്ന K ഗോപാലകൃഷ്ണന് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. പെരളം പൊതുജന വായനശാല ഹാളിൽ നടന്ന പരിപാടി ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് P കനകരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, C ബാലകൃഷ്ണൻ, K മധു, M സുനിൽകുമാർ, PV പ്രഭാകരൻ, KP ശ്രീധരൻ, P പങ്കജാക്ഷി, P രാധാകൃഷ്ണൻ, K ശോഭന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുന്നരു സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച 1ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പ് 2025 സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ മുസാഫിർ FC രാമന്തളി കപ്പ് നേടി. മിന്നേഴ്സിനുള്ള വേലിയാട്ട് കുഞ്ചമ്പു സ്മാരക ട്രോഫിക്കും റണ്ണേഴ്സിനുള്ള മന്ത്യത്ത് ബിജു സ്മാരക ട്രോഫിക്കും സോക്കർ ക്ലബ് പ്രവാസി കൂട്ടായ്മ KSC ദുബായ് യൂണിറ്റ് ഏർപ്പെടുത്തിയ 1 ലക്ഷം രൂപ പ്രൈസ് മണിക്കും വേണ്ടിയുള്ള 1ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പ് 2025 സോക്കർ മൈതാനിയിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഫൈനൽ മത്സരം കാണാനെത്തി. ഞായറാഴ്ച രാത്രി നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് 3-1
3-3 കോരൻ പീടികയെ പരാജയപ്പെടുത്തി മുസാഫിർ FC രാമന്തളി സോക്കർ സൂപ്പർ കപ്പ് നേടി. ISL നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോൾ കീപ്പർ മിർഷാദ് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. നാഷണൽ സ്കൂൾ ഗെയിംസിൽ റണ്ണറപ്പായ കേരള ടീമിന്റെ ഗോൾ കീപ്പർ ഇഷിത ഹരീഷ് വിശിഷ്ട അതിഥിയായി കളിക്കാരെ പരിചയപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏരിയം തെന്നത്ത് വീട്ടിൽ സൂക്ഷിച്ച 2 കിലോഗ്രാമിലധികം കഞ്ചാവ് പോലീസ് പിടികൂടി. കഞ്ചാവ് സൂക്ഷിച്ച യുവാവ് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. പയ്യന്നൂർ സെൻട്രൽ ബസാർ വികസനവുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗം നഗരസഭാ ഹാളിൽ നടന്നു. ഭരണാനുമതി ലഭിച്ച 20 പദ്ധതികളിൽ 7 അടിയന്തര പ്രാധാന്യത്തോടെ കിഫ്ബി ധനാനുമതി നൽകിയത് പ്രകാരമാണ് പയ്യന്നൂർ സെൻട്രൽ ബസാർ വികസനം നടപ്പാക്കുന്നത്. കണ്ടോന്താർ തൃക്കുറ്റേരി ഭാഗത്ത് പാറപ്രദേശം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രദേശം. ഗ്രാമീണ കളിയിടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അന്നൂർ കാറമേലിൽ വലിയൊരു കളിയിടം ഒരുങ്ങുന്നു. റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകരാണ് നാടിനായി കളിക്കളം ഒരുക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധ നേടുകയാണ് പ്രചാരണത്തിനായി പുറത്തിറക്കിയ പ്രമോഷൻ വീഡിയോ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.